योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ആദ്യത്തെ ശ്ലോകം ഹൃദയത്തില് സൂക്ഷ്മമായി പ്രകാശിക്കുന്ന അപരോക്ഷ ചൈതന്യത്തിനെ പറഞ്ഞു. അത് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് സാക്ഷിയായിരിക്കുന്നതായി മനനം ചെയ്തു. രണ്ടാമത്തെ ശ്ലോകം ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും പിടിക്കപ്പെടാത്ത വസ്തു എന്ന് ഭഗവാൻ എന്ന് പരോക്ഷമായിട്ട് സ്തുതിച്ചു. മൂന്നാമത്തെ ശ്ലോകം അത് തന്നെ പ്രപഞ്ചാകാരമായി മുമ്പിൽ നിൽക്കുന്നു. ആ തലം വരയ്ക്കും വരികയാണ്. ഉറങ്ങി എഴുന്നേറ്റ് വരികയാണല്ലോ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ജാഗ്രതയിലേക്ക് വരുന്ന പോലെ തന്നെ വരികയാണ്. പ്രാതൻ നമാമി തമസഃ പരം അർക്കവർണം. ഇരുട്ടിനെ കടന്നു നിൽക്കുന്നതും ഇരുട്ടിന് ഇരിപ്പില്ലാത്തതും അജ്ഞാന സമ്പർക്കമില്ലാത്തതായ സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഭഗവാനെ സ്മരിക്കുന്നു. സൂര്യൻ എപ്പോഴും ഒരു പ്രതീകമാണ് അന്തര്യാമിയുടെ. സൂര്യനിൽ എന്തുണ്ടോ അതേ ചൈതന്യമാണ് നമ്മളുടെ ഹൃദയത്തിലും പ്രകാശിക്കുന്നത്. നേരം വെളിച്ചായാൽ സൂര്യഭഗവാൻ എന്ന് നോക്കണം. അതിലൊക്കെ അടച്ചു വയ്ക്കരുത്. സൂര്യോദയമാണ് നാരായണ ഗുരുസ്വാമി അടുത്ത് പറയേണ്ടത്. ദിവ്യത്വത്തിന്റെ എഴുന്നള്ളത്ത്, ദിവസം രാവിലെയുള്ള ഒരു എഴുന്നള്ളത്ത്, അത് കാണാത്തവൻ മഹാപാപിയാണെന്നാണ്. നമ്മളെന്തോ അമ്പലത്തിൽ സ്വാമി വിഗ്രഹമൊക്കെ വെച്ചൊരു ഫോട്ടോ ഒക്കെ വെച്ച് പൂജിക്കണം. നിങ്ങൾ എന്തൊക്കെ തന്നെ ഒരു ദർശനം നേടിയാൽ പോലും ഇത്ര ഉജ്ജ്വലമായി നിങ്ങളുടെ മുമ്പിൽ ഒന്നും പ്രകാശിക്കില്ല. അത്ര ഉജ്ജ്വലമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവ്യപുരുഷൻ. ജ്ഞാനികളും യോഗികളും ഒക്കെ പറയണത്, ഇപ്പൊ സാധാരണ ഇപ്പൊ വേദാന്തം പറയുന്ന ആളുകൾ സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ സൂര്യൻ അല്ല എന്നൊക്കെ പറയാൻ മെനക്കെടും. അങ്ങനെ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഭൂമിയിൽ കാണപ്പെടുന്ന ജ്ഞാനികളെ നമ്മൾ നമസ്കരിക്കണില്ലേ, ആ ജ്ഞാനികൾക്കൊക്കെ ഗുരുവാണ് പുറമേയുള്ള ആദിത്യൻ. സന്യാസം എടുക്കാനൊക്കെ സൂര്യനെ ഗുരുവായി വെച്ചുകൊണ്ട് തന്നെ വിദ്വത് സന്യാസികൾക്ക് സന്യാസം എടുക്കും. അതായത് ഗൃഹസ്ഥാശ്രമത്തിലോ ബ്രഹ്മചര്യാശ്രമത്തിലോ വെച്ച് തന്നെ വേദാന്ത അധ്യയനവും ശ്രവണമനന നിധിധ്യാസനമൊക്കെ പൂർത്തിയാക്കി സാക്ഷാത്കൃതാത്മാക്കളായിട്ടുള്ളവർക്ക് സന്യാസം കൊടുക്കാൻ സമ്പ്രദായത്തിലുള്ള സന്യാസികൾ ഇത്തിരി ഭയപ്പെടും. എന്താണെന്ന് വെച്ചാൽ അവരെക്കാളും ഉയർന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യും, സൂര്യഭഗവാനെ വെച്ചുകൊണ്ട് കൊടുക്കും. എല്ലാവർക്കും എല്ലാ ജ്ഞാനത്തിനും വേദത്തിന് തന്നെ ഉറവിടമാണെന്നാണ്. നമ്മളെക്കാളും ഒക്കെ ഉയർന്ന ജ്ഞാനവ്യക്തിത്വമുള്ളവരാണ് ഈ ദേവതകളൊക്കെ. അതുകൊണ്ട് സൂര്യൻ ഒരു ജഡമായൊരു ഗോളമൊന്നുമല്ല, ഭൂമി ചൈതന്യമില്ലാത്തൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. നമ്മളുടെ മേലെ നടക്കുന്ന ഉറുമ്പ് പറയും ഇത് വെറും ജഡമാണെന്ന് പറയും. ഇടയ്ക്ക് നമ്മൾ അടിച്ചാൽ ആ കൊതുക് പറയും ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണെന്ന് പറയും. അത് ഉള്ളിൽ കുഴിച്ചിട്ട് നമ്മൾ വെള്ളം എടുക്കണ പോലെ രക്തം എടുക്കണം, അത്രയേ ഉള്ളൂ അതിന് വികാരം. അതിനറിയോ ഇതിന് താൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിന് ജീവനുണ്ടെന്ന്. അതുപോലെയാണ് നമ്മള് ഭൂമിക്ക് ജീവനില്ല എന്നൊക്കെ ധരിക്കണത്. ജീവനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിമുളയ്ക്കണത് നമ്മൾ കാണുന്നില്ലേ. സൂര്യപ്രകാശം കൊണ്ടാണ് ഇവിടെ ജീവസത്ത നിൽക്കുന്നത്. അതിൻ്റെ ഒരു വെളിച്ചം കൊണ്ട് ഇവിടെ ജീവൻ ഉണ്ടാവുമെങ്കിലും യുവർ കോൺസെപ്റ്റ് ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് വെരി ലിമിറ്റഡ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾക്ക് ആ ഗ്രഹത്തിൽ ജീവനില്ല, ഈ ഗ്രഹത്തിൽ ലൈഫില്ല എന്നൊക്കെ പറയണതേ. യുവർ വെരി കോൺസെപ്റ്റ് ഓഫ് ലൈഫ് ഈസ് വെരി 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 ലിമിറ്റഡ്. നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് ലൈഫിനേക്കാളും എത്രയോ മടങ്ങ് അധികം റേഡിയൻസോടുകൂടിയുള്ള ഒരു ലിവിംഗ് പ്രിൻസിപ്പിളാണ് ആദിത്യൻ.
അതുകൊണ്ട് ജ്ഞാനികളെ എവിടെ കാണും, ജീവൻ മുക്തന്മാരെ എവിടെ കാണും, അന്വേഷിക്കൊന്നും വേണ്ട. ഏറ്റവും വലിയ ജീവൻ മുക്തനാണ് മുമ്പൊരു ദിവസം കിഴക്ക് ഭാഗത്ത് ഉജ്ജ്വലമായി പ്രകാശിച്ചുകൊണ്ടേ നിൽക്കുന്നത്. വേദം തന്നെ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വന്നു എന്നാണ്. അതുകൊണ്ടാണ് സൂര്യനെ നോക്കി ഗായത്രി ജപം ചെയ്യാൻ പറയണത്. പ്രത്യക്ഷമായി ഉണ്ട്. അതിന്റെ ഒരു സിമ്പൽ മാത്രമാണ് നമ്മൾ അകത്തൊരു വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെക്കണം. അതിന്റെ ആവശ്യം മുമ്പിലുണ്ടല്ലോ. അഗ്നി, സൂര്യൻ, വായു, ഇവരൊക്കെ തന്നെ പ്രത്യക്ഷമായി തന്നെ ആരാധിക്കപ്പെടേണ്ടവരാണ്. ആത്മജ്ഞാനത്തിന് വേറെ ഒരു ഗുരുവൊന്നും വേണ്ട. വേണമെങ്കിൽ മുമ്പിൽ കാണാൻ കഴിയാത്തതോ നമ്മളുടെ വിഷമാണ്. അപ്പോ സൂര്യന്റെ പ്രകാശം അതൊരു കാരണം ഇങ്ങനെ ഓർമ്മ വന്നപ്പോ ഞാൻ അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്കിത് അവിടെ വിഷയമല്ല. പക്ഷേ ഓർത്തുകൊള്ളുക, മുമ്പിൽ കാണുന്ന ഈ ആദിത്യ ഗോളം എല്ലാ വിധത്തിലുള്ള അധ്യാത്മ പുരോഗതിയുടെയും ഉറവിടമാണ്. അതിന്റെ നേരെ വാതിലടച്ചിട്ട് പൂജാമുറിയിൽ ഇരിക്കരുത്. ഉദിച്ചു വരുന്നത് കാണണം, അസ്തമിക്കുന്നത് കാണണം. അതിനോടിരുന്ന് ജപം ചെയ്യണം. അതാണ് പ്രാതസന്ധ്യ സായം സന്ധ്യ എന്ന് പറയുന്നത്. ആദിത്യനെ വെച്ചുകൊണ്ടാണ് ഋഷികൾ ജീവിതം തന്നെ ഉണ്ടാക്കിയത്. സൂര്യനെ വെച്ചുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിയത്, ചിട്ടപ്പെടുത്തിയതൊക്കെ. ആട്ടെ. പ്രാതർഭജ നമാമി തമസഃ പരം അർക്കവർണം. സൂര്യതുല്യം പ്രകാശിക്കുന്ന ആത്മാവിനെ നമാമി, നമസ്കരിക്കുന്നു. പൂർണ്ണം സനാതനപദം. പൂർണ്ണം എന്ന് വെച്ചാൽ എല്ലായിടത്തും നിറഞ്ഞു പൂരണം ചെയ്ത് നിൽക്കുന്നത്, ഡിവിഷൻ ഇല്ലാത്തത്. രണ്ടുണ്ടെങ്കിൽ പൂർണ്ണമാവുകയേയില്ല. രണ്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റേതിനെ അപൂർണമാക്കും. അപ്പൊ പൂർണ്ണം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടിന്റെ അനുഭവം ഇല്ലാത്തത് എന്നർത്ഥം. ആ പൂർണ്ണവസ്തു സനാതനപദം. അത് ഇന്ന ദിവസം തുടങ്ങി ഇന്ന സമയത്ത് തുടങ്ങി ഒന്നും പറയാൻ വയ്യാത്തത് കൊണ്ട് സനാതനപദം. എന്താ പേര്? പുരുഷോത്തമാഖ്യം, പുരുഷോത്തമൻ എന്ന പേരോടുകൂടിയത്. പുരുഷൻ എന്ന് വെച്ചാൽ പേഴ്സൺ. ഈ പുരത്തിനകത്ത് പ്രകാശിക്കുന്നത് പുരുഷൻ. പുരിശേത്തെ. അതിൽ പുരുഷോത്തമൻ ആരാണ്? ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, പുരുഷോത്തമൻ. ഈശ്വരൻ എന്നർത്ഥം. വാസ്തവത്തിൽ അദ്ദേഹമാണ് പുരുഷൻ, നമ്മളൊന്നും അല്ല. അദ്ദേഹമാണ് പേഴ്സൺ. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത. വ്യാകരണത്തിൽ ഞാൻ എന്നുള്ളത് ഉത്തമ പുരുഷവചനമാണ്, നീ എന്നുള്ളത് മധ്യമ പുരുഷവചനമാണ്, സഹ എന്നുള്ളത് പ്രഥമ പുരുഷവചനാണ്. ഇംഗ്ലീഷിൽ നേരെ റിവേഴ്സാണ്. ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഐ ആണ്. ലോകസിദ്ധമായ വ്യവഹാരത്തിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ. ഒരു വിധത്തിൽ നമ്മളൊക്കെ ഇംഗ്ലീഷുകാരാണ്. ലോകസിദ്ധമായ വ്യവഹാരം എന്താ? ഫസ്റ്റ് ഞാൻ, അല്ലേ? ബസ്സിൽ പോണെങ്കിൽ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബാഗ് ഉള്ളിലിട്ടിട്ട് സാധിക്കുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കിടക്കും. സീറ്റ് കിട്ടണമല്ലോ. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഞാനാണ്. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് പേഴ്സൺ എന്റെ ഭാര്യ, എന്റെ കുട്ടികളെ, എന്റെ. അപ്പൊ നീ, റിലേഷൻ, സബ്ജക്ട്, റിലേറ്റീവ് ഒബ്ജക്ട്, അബ്സല്യൂട്ട് ഒബ്ജക്ട്. മൂന്നെണ്ണാണ്. ഫസ്റ്റ് സബ്ജക്റ്റാണ് ഞാൻ. പിന്നെ റിലേറ്റീവ് ഒബ്ജക്ട്, എനിക്ക് സംബന്ധപ്പെട്ടത്,
എനിക്ക് ഉപയോഗപ്പെടുന്നത്, എന്റെ ബന്ധുക്കളെ, എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ. അത് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്ത മൂന്നാമത്തെ മനുഷ്യൻ. ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇംഗ്ലീഷ് ഭാഷയാണ് നമുക്ക് വ്യവഹാരം. സംസ്കൃതത്തിൽ പറയണത് ഒരു സംബന്ധമില്ലാത്ത മൂന്നാമത്തെ ആളുണ്ടല്ലോ, അയാൾ നിനക്ക് ഫസ്റ്റ് പേഴ്സൺ ആവട്ടെ എന്നാണ്. ഒരു സംബന്ധമില്ലാത്ത മൂന്നാമത്തവൻ നിനക്ക് ഫസ്റ്റ് പേഴ്സണും. അതാണ് നമ്മളെ ഭഗവാനെ ഫസ്റ്റ് പേഴ്സൺ ആക്കാൻ നിൽക്കുന്നത്. പരോക്ഷമായി ഒരു മൂർത്തിയെ വെച്ച് നമുക്ക് ചെയ്യണതൊക്കെ ആ ഭഗവാന് ചെയ്യാണ്, ഇഷ്ടപ്പെട്ടതൊക്കെ. അതൊരു പ്രാക്ടീസാണ്. നമുക്ക് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളുടെ അടുത്ത് എല്ലാം കൊടുക്കുക. എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ള ആള് സെക്കൻഡ് പേഴ്സണായിട്ട് തന്നെ നിൽക്കട്ടെ. അതിനുശേഷം അവർക്ക് ലാസ്റ്റ് പ്രിഫറൻസ് ആണ് എനിക്ക്. അങ്ങനെ ആയാൽ തേർഡ് പേഴ്സൺ എന്നാണ് പറയേണ്ടത്, അല്ലേ? പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, തൃതീയ പുരുഷ എന്ന് പറയണം, അല്ലെങ്കിൽ അധമ പുരുഷ എന്ന് പറയണം. അങ്ങനെ പറയണതിന് പകരം ഉത്തമ പുരുഷ എന്ന് പറയും ജാഗരണക്കാരൻ. അതെന്താ ഇപ്പൊ ഉത്തമ പുരുഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, തേർഡ് പേഴ്സൺ നിങ്ങൾക്ക് ഫസ്റ്റ് പേഴ്സൺ ആയാൽ നിങ്ങൾ ഉത്തമ പുരുഷനാവും. നിങ്ങള് യു ഹാവ് പെർവേഡഡ് ഇൻ ടു ദ അൺറിലേറ്റഡ് ഒബ്ജക്ട്. മനസ്സിലായോ? യു ഹാവ് പെർവേഡഡ്, വ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സംബന്ധമില്ലാത്ത വ്യക്തിയിലേക്ക് വ്യാപിക്കുമ്പോഴാണ് നിങ്ങൾ ആത്മാവാകണത്. നിങ്ങൾക്ക് സംബന്ധമുള്ള വ്യക്തിയിൽ വ്യാപിക്കുമ്പോൾ നിങ്ങൾ ആത്മാവല്ല. വളരെ മിസ്റ്ററിയാണ്. സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്താണ്? അബ്സല്യൂട്ട് ഈഗോലെസ്നെസ്. ഈഗോ എന്ന് പറയണതോ എനിക്ക് ഇവിടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതിനാണല്ലോ നമ്മൾ അഹങ്കാരം എന്ന് പറയണത്. ആ അഹങ്കാരം പോയതിന്റെ ലക്ഷണമാണ് എനിക്ക് ഒരു സംബന്ധവും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യണു. അപ്പൊ എനിക്ക് സംബന്ധമുള്ളവർ, സംബന്ധമില്ലാത്തവർ, ഞാൻ എന്നുള്ള ഡിവിഷൻ ഉള്ളെന്ന് പോയി കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ എന്നെക്കുറിച്ചുള്ള എന്റെ അനുഭവം ഒരു അനന്തതയായിട്ട് മാറും എന്നാണ് യോഗികളുടെ പ്രത്യക്ഷം. അപ്പൊ ഞാൻ തന്നെ അനന്തനായിട്ട്, അതാണ് ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു, തനിക്ക് ഇഷ്ടപ്പെടുന്നത്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ എനിക്ക് തരൂ, അപ്പോ നീ അനന്തമായിട്ട് തീരുമെന്നാണ്. എന്താണത്? യദ്യദിഷ്ടതമം ലോകെ യച്ഛ അതിപ്രിയമാത്മനഃ തത്തത് നിവേദയേൻ മഹ്യം തദാനന്ത്യായ കൽപ്പത്തെ. ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു, ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ എനിക്ക് അർപ്പണം ചെയ്യൂ, അപ്പൊ അനന്തത എന്റെ ഉള്ളിൽ പ്രകാശിക്കും. എന്നുവെച്ചാൽ നീ ഒരിടത്ത് നിൽക്കുന്ന വ്യക്തിത്വം കളഞ്ഞ് ആകാശമായിട്ട് തീരും എന്നർത്ഥം, ഗഗനമായിട്ട് തീരും. അത് എക്സ്പീരിയൻസിൽ വരേണ്ടതാണ്. ആത്മവിചാരം എന്ന് പറയണത് പല ഭാവങ്ങളുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കുമ്പോൾ ഞാൻ ആര് എന്ന് വിചാരം ചെയ്തു, ഞാൻ എന്നുള്ളത് ഇല്ല, അഖണ്ഡത. അതൊരു സയൻസ് പോലെ ഉണ്ട്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ വരുമ്പോൾ നമുക്ക് കാണാം അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്. നമ്മൾക്ക് ഏറ്റവും ക്ഷേമകരമായിട്ടുള്ളത് നമ്മളുടെ അഭിമാന നാശമാണ്. അഭിമാനക്ഷയമാണ്. ലോകത്തിലുള്ള ജീവിതത്തിൽ അഭിമാനക്ഷയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തമ പുരുഷ അനുഭവം ഉണ്ടാവില്ല. നമുക്ക് അഹങ്കാരാനുഭവമേ ഉള്ളൂ. ഇവിടെ പുരുഷോത്തമൻ നമ്മളുടെ സ്വസ്വരൂപമാണ്. പക്ഷേ നമ്മളുടെ ഉള്ളിൽ പേഴ്സണാലിറ്റി ലെവലിൽ നിൽക്കണ വരെ പുരുഷോത്തമനെ അറിയാൻ പറ്റില്ല, പൂർണ്ണത്തിനെ അറിയാൻ പറ്റില്ല. ലിമിറ്റേഷൻ, അല്പത്തിനെ അറിയാൻ പറ്റുള്ളൂ. അല്പം, ഞാൻ എന്റെ ലിമിറ്റേഷൻ. ഈ ലിമിറ്റേഷൻ തകർന്ന് അഖണ്ഡമായ ചൈതന്യത്തിന്റെ അനുഭവത്തിനെയാണ് ഇവിടെ
പുരുഷോത്തമൻ എന്ന് പറഞ്ഞത്. ആ പുരുഷോത്തമനെ അറിയണമെങ്കിൽ യജ്ഞം ചെയ്യണം എന്നാണ്. നമ്മളെ ഹോമിക്കുന്ന യജ്ഞം ചെയ്യണം. എന്നെ തന്നെ ഞാൻ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഹോമിച്ച് ശ്രിതം ചെയ്യണം. അപ്പോ ആ പുരുഷോത്തമന്റെ അഖണ്ഡത്തിന്റെ അനുഭവം ഹൃദയത്തില് പ്രകാശിക്കും. പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം. അപ്പോ ഇതാണ് നമാമി എന്ന് പറഞ്ഞ. നമാമി വ്യവഹാരത്തിലാണ്. വ്യവഹാരത്തിൽ വരുമ്പോ ആ ഗുരുശക്തിയെ നമ്മൾ വിളിക്കുകയാണ്. നമ്മളൊരു അപ്ലിക്കേഷൻ ഇട്ടാൽ അതിന്റെ റിസൾട്ട് വരുന്ന പോലെ നമ്മളുടെ ബ്രഹ്മജിജ്ഞാസ തന്നെ അപ്ലിക്കേഷനാണ്. ഗുരുശക്തിയെ ഉണർത്തുന്ന ഒരു അപ്ലിക്കേഷനാണ് നമ്മളുടെ ബ്രഹ്മജിജ്ഞാസ. അത് ഉണർത്തുമ്പോ നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്തിനെയാണ് വിളിക്കണത് എന്നുള്ളത്. യു ആർ ഔട്ട് ഫോർ ട്രബിൾ. ആട് സിംഹത്തിനെ കൂട്ടുപിടിക്കുന്ന പോലെയാണത്. നമ്മുടെ ഭഗവാൻ ഒരു കഥ പറയും. ഒരാൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയായിട്ട് തുടങ്ങുകയാണ്. പുലിയെ കാണണമെന്ന് ആഗ്രഹം. അയാളുടെ അടുത്ത് പറഞ്ഞു, എല്ലാവരും ഉപദേശിച്ചു പുലിയെ കാണാനൊന്നും പുറപ്പെടണ്ട, നല്ലതല്ല എന്ന്. അയാൾ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് പുലിയെ ഒന്ന് കണ്ട് ഒരു ഇന്റർവ്യൂ നടത്തണം. അപ്പോ മൂപ്പര് പുലിയെ അന്വേഷിച്ച് പുറപ്പെട്ടു എന്നാണ്. അപ്പൊ പുലിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. കഥ അങ്ങനെ പോയി. കാട്ടിൽ പോയി പുലി എവിടെയാണെന്ന് അന്വേഷിച്ചു. പുലി ഇന്ന മടക്കകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ നടുക്ക് പലരും ഇയാളെ പുലിയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് അവസാനം ഇയാൾ പുലിയുടെ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതോടുകൂടെ കഥ അബ്രപ്റ്റായിട്ട് അവസാനിച്ചു എന്നാണ്. അതുപോലെ ഈ ബ്രഹ്മജിജ്ഞാസ ഇറ്റ് ആക്ടിവേറ്റ്സ് the most powerful force in nature. And the forthcoming onslaught is difficult to bear. അവിടെയാണ് വളരെ ശക്തമായ ഒരു തത്വത്തിനെ ഇളക്കിവിടുകയാണ് ചെയ്യുന്നത്. നമ്മള് എനിക്ക് ജ്ഞാനം വേണമെന്നും മുക്തി വേണമെന്നും സാക്ഷാത്കാരം വേണമെന്നൊക്കെ ആശിക്കുമ്പോൾ അത് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആട് പുലിയെ വിളിക്കണ പോലെയാണ്. പിന്നെ അത് നിൽക്കില്ല. അപ്പോ ആ പഞ്ചമതത്വം എന്നാണ് അതിന് പറയണത്, അനുഗ്രഹശക്തി. ഈ അനുഗ്രഹശക്തിയുടെ ആക്ടിവിറ്റി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണ്? നമ്മളെ ശിഥിലമാക്കും. വെച്ചാൽ നമ്മളുടെ അഭിമാനത്തിന് ഒരു സർജറിക്ക് വഴങ്ങിക്കൊടുക്കണ പോലെ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാവണം. നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഒന്നും കേടുപാട് കൂടാതെ നിങ്ങളുടെ ഉള്ളിൽ പോയി നിങ്ങളെ വിഴുങ്ങിക്കളയും. കേൾക്കാനൊക്കെ സുഖമായിട്ടുണ്ടാവും. അനസ്തീഷ്യ കൊടുക്കാതെ സർജറി ചെയ്യണ പോലെയാണ്. അപ്പ ഉണ്ടാവണ വേദന ഉണ്ടല്ലോ, അത് സഹിക്കാൻ തയ്യാറാണ്. ഈ സർജറിയിൽ അനസ്തീഷ്യ ഒന്നുമില്ല, ഇവിടെ അസ്തീഷ്യാണ്. അനസ്തി ഇല്ല അവിടെ, അസ്ഥിയാണ് ഇവിടെ, അസ്തിത്വം ആണ്. അത് ഉള്ളിൽ നമ്മൾ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് ക്വാർട്ടേഴ്സ് എന്നാണ് ഇറ്റ് വിൽ അറ്റാക്ക് യു. ജീവിതം തന്നെ അതിന്റെ മണ്ഡലമാണ്.
ഏത് മൂലയിൽ നിന്നും മൂപ്പര് വരുന്നു പറയാൻ പറ്റില്ല. അതിന്റെ സ്വരൂപമോ നിങ്ങളുടെ പ്രഥമ പുരുഷനെ തിന്നുകളയുമത്. അപ്പൊ മധ്യമ പുരുഷൻ ഉണ്ടാവില്ല. ഇത് രണ്ടും ശ്രിതമായാൽ ബാക്കി നിൽക്കുന്നത് പുരുഷോത്തമനാണ്. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും പോയി. ഇംഗ്ലീഷിലുള്ള ഫസ്റ്റ് പേഴ്സണും ഇവിടെ ഇരിപ്പില്ല. പിന്നെ എന്തോ ഒന്നുണ്ട്, പൂർണ്ണത്വം. അതാണ് പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം. ശരണാഗതി എന്നൊക്കെ നമ്മൾ പറയണു, അത് തന്നെ ശരണാഗതി. ശരണാഗതി തന്നെ സമാധി, ശരണാഗതി തന്നെ യോഗസ്ഥിതി, ശരണാഗതി തന്നെ ആ ഗുരുശക്തിക്ക് വഴങ്ങിക്കൊടുക്കലൊക്കെ. അപ്പോ നമാമി എന്നുള്ള വാക്ക് പ്രയോഗിച്ചത് തന്നെ അതാണ്. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അഭിമാനത്തിന്റെ ചലനങ്ങളാണല്ലോ ജീവിതം എന്ന് പറയുന്നത് തന്നെ. അതിന്റെ ആ മൂവ്മെന്റ്, അത് ഇല്ലാതിരിക്കലാണ് നമനം. സഹജസമാധി എന്ന് പറയുന്നതും അത് തന്നെ. അപ്പോ ഞാൻ എന്ന അഭിമാനത്തിന്റെ സ്ഥാനത്ത് അഖണ്ഡമായ പ്രജ്ഞ, കുടത്തിന്റെ ഉള്ളിലുള്ള ആകാശം ഘടാകാശമല്ല, മഹാകാശം തന്നെയാണ്. ഘടാകാശം എന്നൊന്ന് ഇല്ല, മഹാകാശമേ ഉള്ളൂ. മഹാകാശത്തിൽ ഘടത്തിന് ഇരിപ്പില്ലല്ലോ. അതേപോലെ നമ്മളുടെ സ്വസ്വരൂപത്തിൽ പൂർണ്ണം സനാതനപദം, പൂർണ്ണമായ വസ്തു സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. പരം അർക്കവർണം. സൂര്യനെ പോലെ എന്ന് വെച്ചാൽ സൂര്യന്റെ കളർ എന്നല്ല, സൂര്യനേക്കാളും അപരോക്ഷമായി യസ് സാക്ഷാത് അപരോക്ഷം ബ്രഹ്മ യ ആത്മാ സർവാനുഭൂഹു, എല്ലാവരും അനുഭവിക്കുന്നതായ അനുഭൂതി സ്വരൂപമാണ്. അതില് ഈ പ്രപഞ്ചമും ശരീരവും നമ്മളുടെ വ്യക്തിത്വവും ഒക്കെ കയറിൽ പാമ്പ് പോലെ കാണപ്പെടുന്നതാണ് എന്നാണ്. രജ്വാം ഭുജംഗൈമ ഇവ പ്രതിഭാസിതം. കയറില് കയറേ ഉള്ളൂ, കയറ് പാമ്പായിട്ട് തോന്നുന്നു അല്ലേ? ലൈറ്റ് കൊണ്ടുവന്ന് നോക്കുമ്പോ കയറേ ഉള്ളൂ. അതേപോലെ ചൈതന്യമേ ഉള്ളൂ. ആ ചൈതന്യം പ്രപഞ്ചാകാരത്തില് തോന്നുന്നു. അത് മരമാണ്, വീടാണ്, ആകാശമാണ്, ഭൂമിയാണ് എന്ന് നമ്മൾ പേര് വെച്ചു. അതിന് പേരൊന്നുമില്ലല്ലോ. ഋഗ്വേദ സംഹിതയിൽ തന്നെ വരും, ഇത് കാടാണ്, ഇത് വൃക്ഷമാണ് എന്ന് പറയാൻ വേദം വേണ്ട. ഇതെന്താണ്, ഈ വനം എന്താണ്? കഗുംസ്വിത് വൃക്ഷ കിം തദ്വനം ബ്രഹ്മ തദ്വനം ബ്രഹ്മ സ വൃക്ഷ ആസീത്. ഇത് ബ്രഹ്മമാണ്, ഈ വനം ബ്രഹ്മമാണ്, വൃക്ഷം ബ്രഹ്മമാണ്. അത് പറയാനാണ് വേദം. ബ്രഹ്മമാണെന്ന് വെച്ചാൽ ബ്രഹ്മം എന്നൊരു പേരൊന്നും അതിനില്ല. അതിനും എനിക്കും ഡിവിഷൻ ഇല്ലെങ്കിൽ ആ അനുഭവം പൂർണ്ണമാണ്. നടുവിലൊന്നുമില്ല. ഞാൻ അതിലേക്ക് വ്യാപിച്ചു നിൽക്കണം, അന്യമായിട്ട് ഒന്നുമില്ല.
അപ്പം പ്രാതന്നമാമി തമസഃപരം അർക്കവർണം, അതിൽ അജ്ഞാനത്തിന് ഇരിപ്പേ ഇല്ല. സ്വയം പ്രകാശമാനമായ വസ്തുവാണ്. പൂർണ്ണം സനാതനപദം പുരുഷോത്തമാക്യം, അത് പൂർണ്ണ വസ്തുവാണ്. അത് ഇന്ന കാലത്ത് തുടങ്ങി ഇന്ന കാലത്ത് അവസാനിക്കുന്നതല്ല. സനാതന പദം, പദം ആണ് സനാതന പദം. പുരുഷോത്തമാക്യം, അതിന് പുരുഷോത്തമൻ എന്ന് പേര്. അത് സഗുണബ്രഹ്മം എന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലെല്ലാത്തിൻ്റെയും സോഴ്സാണത്. മാതൃത്വം, പിതൃത്വം, ഭ്രാതൃത്വം എല്ലാം അതിനകത്തുണ്ട്. പലർക്കും വേദാന്തം എന്ന് പറയുമ്പോൾ, ചൈതന്യം എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി പോലെ ഏതോ ഒരു സാധനമാണെന്ന് ഭാവന ചെയ്യേണ്ടത്. ശുദ്ധ അറിവാണ്, ചൈതന്യമാണ്, ബോധമാണെന്നൊക്കെ പറയുമ്പോ നമ്മളുടെ മനസ്സിന് ഭാവന ചെയ്യാൻ വയ്യ. നമ്മള് ചുവട്ടിലാണ് ഭാവന ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കണോ നമ്മളെ ഗോ ബിയോണ്ട്. ഹൈഡ്രജൻ പോലെ ഓക്സിജൻ പോലെ എന്തോ ഒരു സാധനമാണോ എന്നൊരു ഭ്രമം പലർക്കും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം അതിനെ സഗുണബ്രഹ്മം എന്ന് അറിയണം. എന്നിട്ട് ഈ സഗുണത്തിന് അപ്പുറമുള്ളതാണ് ഗുണാതീതമായ വസ്തുവെന്ന് അറിയണം. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ച് ഊഹിക്കാൻ പറ്റുള്ളൂ. കാരണം അതിൽ നിന്നാണ് ഇപ്പൊ ഞാനൊരു പേഴ്സണായിട്ട് ഇരിക്കണമെങ്കിൽ ഇതിന്റെ സോഴ്സ് ആയിട്ടുള്ള വസ്തുവിൽ ഈ പേഴ്സണാലിറ്റിയുടെ ബീജം ഉണ്ടാവണ്ടേ. ആൻഡ് ഇറ്റ് ഷുഡ് ട്രാൻസെൻഡ് ദാറ്റ് സീഡ്. അതാണ് ഭഗവാൻ ഗീതയിൽ പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രം ഓംകാരഃ ഋക്സാമ യജുരേവച ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്വം. വിഭൂതികൾ മുഴുവൻ അതിനകത്തുണ്ട്. നിങ്ങളൊരു വ്യക്തിയാണെങ്കിൽ വ്യക്തിത്വത്തിന്റെ മൂലരൂപം അവനിലാണ് ഇരിക്കണത്. അവനിൽ ചൈതന്യത്തില് ഉണ്ട്, പൂർണ്ണത്വം അവിടെ ഉണ്ട്. അപ്പോ അത് സഗുണബ്രഹ്മമാണ്. അതുകൊണ്ടാണ് പുരുഷോത്തമം എന്നുള്ള വാക്കിവിടെ പ്രയോഗിച്ചത്. അതിലെല്ലാം ഉണ്ട്. പക്ഷെ ആ സഗുണബ്രഹ്മം നിർഗുണമായ ചിദ്വസ്തുവിൽ കയറിൽ പാമ്പ് പോലെ അപ്പിയറൻസ് ആണ്. വാസ്തവത്തിൽ ഇതൊക്കെ അതിലുള്ളപ്പോഴും ഇതൊന്നും അതിലില്ല. എല്ലാം അതിനകത്തുണ്ട്. വേക്കിംഗ് സ്റ്റേറ്റിൽ എല്ലാം ഉണ്ട്. ജാഗ്രത അവസ്ഥയിൽ നിങ്ങൾ വ്യവഹരിക്കുമ്പോൾ എല്ലാം അത് തന്നെയാണ്. എല്ലാ രൂപത്തിലും സ്വർണം ആഭരണങ്ങളായി മാറുന്ന പോലെ ആ ചിദ്വസ്തു തന്നെയാണ് എല്ലാം എല്ലാം എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. സകല വസ്തുക്കളായി, സകല ശക്തികളായി, എല്ലാ മാനിഫെസ്റ്റേഷൻസും അതിൽ നിന്നാണ് വരുന്നത്. പൂർണ്ണം എന്ന് പറയുമ്പോൾ അതിൽ സഗുണം നിർഗുണം എല്ലാം അടങ്ങിക്കഴിയുമ്പോഴാണ് പുരുഷോത്തമൻ എന്ന് ഭഗവാൻ ഗീതയില് പരാപ്രകൃതി അപരാപ്രകൃതി ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പുരുഷോത്തമൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഇൻക്ലൂഡ്സ് മാനിഫെസ്റ്റേഷൻ ആൻഡ് അൺമാനിഫെസ്റ്റ്. വ്യുത്ഥാനദശയും സമാധിദശയും എല്ലാം അതില് പൂർണ്ണമായി. ഉണർന്നിരിക്കുമ്പോഴും കേവല ചിന്മാത്രമായ സ്ഥിതിയിലും അതേ ഉള്ളൂ. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഫുൾ ഓഫ് ശക്തിയാണല്ലോ. ശക്തിയുടെ മണ്ഡലമാണല്ലോ ഇവിടെ മുഴുവൻ. അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, കുട്ടികള്, ഇവരുടെ അടുത്തൊക്കെയുള്ള വികാരങ്ങള്, ഇതൊക്കെ ഇപ്പൊ എവിടെ എക്സ്പ്ലനേഷൻ? ഇത് മുഴുവൻ ആ ശക്തിയുടെ തന്നെ മാനിഫെസ്റ്റേഷനാണ്. ആ ചൈതന്യത്തിന്റെ തന്നെ സ്ഥൂല പ്രകടനമാണ് ഇത് മുഴുവൻ. ഇതൊക്കെ എവിടെ കാണപ്പെടുന്നു? യസ്മിന്നിതം. ഇത് മുഴുവൻ ഏതൊന്നിലാണ് അറിയപ്പെടുന്നത്?
നമ്മൾ ഈ കാണപ്പെടുന്നതിലേക്ക് വീണു പോകുന്നതിന് പകരം കാണുന്നവൻ ആര്? ആരിലാണ് ഈ അറിവൊക്കെ നടക്കുന്നത്? എന്നിൽ. ഞാനില്ലെങ്കിൽ ഇതൊന്നും അറിയാനേ പറ്റില്ലല്ലോ. ഇപ്പൊ അറിയുന്ന ഞാൻ ആര്? അറിയപ്പെടുന്ന വസ്തുവിനൊരു എക്സ്പ്ലനേഷൻ ഇതിനു മേലെ കൊടുക്കാൻ പറ്റില്ല. ഒരേ വസ്തു പലത് സ്വപ്നത്തിൽ പലത് കാണുന്ന പോലെ പല ശക്തികളായി മാനിഫെസ്റ്റ് ആവണു. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. ഇതിന് മുഴുവൻ സോഴ്സോ അറിയപ്പെടുന്നവനായ ചൈതന്യമായ ചിദ്വസ്തുവായ എന്നിലാണ്. യസ്മിന്നിതം യതശ്ചേദം യേനേദം യയിദം സ്വയം യോസ്മാത് പരസ്മാത് ച പരഃ തം പ്രപദ്യേ സ്വയംഭുവം. ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷ സ്തുതിയാണ്. യസ്മിന്നിതം യതശ്ചേദം യേനേദം യയിദം സ്വയം യോസ്മാത് പരസ്മാത് ച പരഃ തം പ്രപദ്യേ സ്വയംഭുവം. ആ സ്വയം പ്രകാശമാനമായ ഏതൊരു സത്യത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ കാണപ്പെടുന്നുവോ, ഏതൊന്നുകൊണ്ട് ഇതൊക്കെ ചൈതന്യവത്തായിട്ടിരിക്കുന്നു, ഏതൊന്നു തന്നെയാണോ ഇതൊക്കെ, അങ്ങനെയുള്ള ആ സ്വയം പ്രകാശമാനമായ സത്തിനെ, ഈശ്വരനെ, ഭഗവാനെ ഞാൻ പ്രപത്തി ശരണാഗതി ചെയ്യുന്നു. അപ്പോ യസ്മിൻ ഇതം ജഗത് അശേഷം, ഈ കാണപ്പെടുന്ന അശേഷമായ ജഗത്ത് മുഴുവൻ ഓതപ്രോതമായിട്ട് ഏതൊന്നിൽ നിൽക്കുന്നുവോ, എല്ലാം ഏതൊന്നു തന്നെയാണോ. കയറിൽ കാണപ്പെടുന്ന പാമ്പ് കയർ തന്നെയാണ്. സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സർപ്പം സ്വർണം തന്നെയാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള സ്റ്റഫ് നാരായണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാനാണ് എന്ന് കാണാനുള്ള ചിദ്ഗർഭദൃഷ്ടിയില്ല എനിക്ക്. പ്രഹ്ലാദന് അതുണ്ടായിരുന്നു അല്ലേ? തൂണ് കാണാനുള്ള ദൃഷ്ടി എനിക്കുണ്ട്, തൂണ് നാരായണനാണെന്ന് കാണാനുള്ള ദൃഷ്ടി എനിക്കില്ല. ആ ദൃഷ്ടിയുടെ കുറവ് എന്തുകൊണ്ട് വന്നു? ഈ സത്യം ആവരണം ഉള്ളിൽ ഒരു തിമിരം, ആ തിമിരം നീക്കാത്തത് കൊണ്ട് വന്നു. ആ തിമിരം അങ്ങോട്ട് നീക്കിയാൽ, ഉള്ളിലുള്ള ദോഷം നിവൃത്തമായാൽ, ഓരോന്നിനും സകല വസ്തുക്കളും ഭഗവാനാൽ ഗർഭം ധരിച്ചിരിക്കുന്നതായിട്ട് കാണും. ഏതിന്റെ ഉള്ളിൽ നിന്നും വേണമെങ്കിലും ഭഗവാന് മാനിഫെസ്റ്റ് ആവാം. ഇത് വ്യവഹാരത്തിൽ ഉള്ള ആൻവീക്ഷികി വിദ്യ എന്ന് ഭാഗവതം പറയുന്നത് ഇതിനെയാണ്. ആൻവീക്ഷികി എന്നുള്ളത് സാധാരണ വേറൊരു ശാസ്ത്രമാണ്. പക്ഷെ ഭാഗവതത്തിൽ ആൻവീക്ഷികി എന്ന് പറയുന്നത് അനുവീക്ഷണമാണ്. ഓരോ വസ്തുവിനെയും ഉള്ളിലും ഉള്ള ഭഗവാനെ ഉണർത്താനുള്ള ഒരു ആദ്യം സ്വീകരിക്കുകയാണ് അന്തര്യാമിയെ. പിന്നെ നമ്മള് വ്യവഹാരത്തിൽ പതുക്കെ പതുക്കെ വ്യക്തികളോട് സംസാരിക്കുന്നത് നിർത്തി വ്യക്തികൾക്കുള്ളിലുള്ള അന്തര്യാമിയോട് സംസാരിക്കാൻ തുടങ്ങും. രാമകൃഷ്ണ പരമഹംസർ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് കയ്യിൽ ഫ്രാക്ചറായപ്പോ ചില ശിഷ്യന്മാർ ഭക്തന്മാരുടെ അടുത്തൊക്കെ ചോദിക്കും, എനിക്കിത് ഭേദാവുമോ എന്ന് ചോദിക്കും. ഒരാൾ ചോദിച്ചു, എന്താ ഠാക്കൂർ എന്റെ അടുത്ത് ചോദിക്കും? നീ നാരായണനല്ലേ, അതുകൊണ്ടാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്, നീ പറഞ്ഞാൽ ഭേദാവും. നമുക്ക് തോന്നും ദേ ആർ കോൺവേഴ്സിംഗ് വിത്ത് അസ്. പക്ഷെ നമ്മളുടെ അടുത്തല്ല, നമ്മൾക്ക് പോലും അറിയാതെ അവർക്ക് കാണപ്പെടുന്നതായ ഒരു ഡയമെൻഷന്റെ അടുത്താണ് അവർ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഈ ഭൂതം പ്രേതമൊക്കെ പിടിച്ച ആളുകളുടെ അടുത്ത് അങ്ങനെയുണ്ട്. ഡബിൾ പേഴ്സണാലിറ്റി വരുമ്പോ ഒന്ന് വേറെ ഒന്ന് സംസാരിക്കുമല്ലോ അല്ലേ? അതുപോലെ നമ്മളുടെ ഉള്ളിലൊരു ഭൂതാത്മാവുണ്ട്, ഒരു അന്തര്യാമി. അതാണ് നമ്മള് ഞാനെന്ന് വിചാരിക്കുന്ന ഒരു ഭൂതാണ്. എല്ലാരും ബാധ കൂടിയവരാണ്. ആ ബാധ ഒഴിപ്പിക്കാൻ ഒറിജിനൽ പേഴ്സണാലിറ്റി ഹാസ് ടു വേക്ക് അപ്പ്. അത് സദ്ഗുരുവിന് മാത്രമേ ആ ഒരു ഡയമെൻഷൻ കാണാനുള്ള, ഒരു മണ്ഡലത്തിനെ കാണാനും അതിനെ ആരാധിച്ചുണർത്താനുള്ള ശക്തിയുള്ളൂ. ആ
അന്തര്യാമിയെ. അതാണ് വാസ്തവം. അല്ലാതെ ഈ ശരീരമോ മനസ്സോ ഈ പേഴ്സണാലിറ്റിയോ പ്രപഞ്ചമോ അല്ല. പുരുഷോത്തമനാണ് വാസ്തവം. ആ പുരുഷോത്തമനിൽ ഈ വ്യക്തിത്വമൊക്കെ തന്നെ രജ്വാം ഭുജംഗമൈവ. രാവണൻ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ മുതലായിട്ടുള്ളവർ പോലും റിയൽ പേഴ്സൺസ് അല്ല, ഭഗവാനാണ് അവരുടെയും പേഴ്സണാലിറ്റി. ഭാഗവതത്തിലെ അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അവരൊക്കെ സമാധിസ്ഥിതരായിരുന്നു എന്നാണ്. പുറമേക്ക് രാവണനായിരിക്കാം, ഹിരണ്യകശിപു ആയിരിക്കാം, പക്ഷേ എസെൻഷ്യലായിട്ട് വ്യത്യാസമൊന്നുമില്ല എന്നാണ്. അയാളുടെ ഉള്ളിലും അന്തര്യാമിയായ ആ ഭഗവാൻ തന്നെയാണ്. ഭഗവാനോട് തന്നെയാണ് അയാൾ റിലേറ്റഡ് ആവണതും, വെറുപ്പിലൂടെയും ദേഷ്യത്തിലൂടെയും ഒക്കെ. കാരണം വേറെ ഒരു വസ്തുവിനോടും സംബന്ധപ്പെടാൻ സാധ്യമല്ല. വേറെ ഒരു വസ്തു ഇവിടെ ജനിച്ചിട്ടില്ല, വേറെ ഒരു വസ്തു ഇവിടെ ജനിക്കാൻ പോണില്ല, വേറെ ഒരു വസ്തു ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല. ജഗത്തിൽ അശേഷം, അശേഷമൂർത്തവും, അശേഷമൂർത്തിയാണ് ഭഗവാൻ. എന്താ പേരെന്ന് വെച്ചാൽ അശേഷമൂർത്തി. എല്ലാ രൂപത്തിലും നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ആള്. നമാമി. അതാണ് വേദത്തിലെ ഏറ്റവും പ്രധാനമായ സൂക്തങ്ങളില് ഒന്നാണ് ശ്രീരുദ്രം. ശ്രീരുദ്രം മുഴുവൻ നമഹാണ്. നമകം എന്ന് തന്നെയാണ് അതിന് പേര്. മുഴുവൻ നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ എല്ലാം നമഹാണ്. നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുതേ നമഃ. ഭഗവാന്റെ ആയുധങ്ങൾക്കൊക്കെയാണ് നമസ്കരിക്കുന്നത്. എന്നുവെച്ചാൽ ആയുധമാണ് നമ്മളുടെ ജീവിതത്തിൽ മുഴുവൻ വരികയെ. അപ്പോഴാണ് നമ്മൾക്കൊക്കെ ഭഗവാനാണെന്നൊക്കെ പറയും. എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് അമ്പലത്തിൽ കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭഗവാനാണ് തോന്നും. പിന്നെ നല്ല പ്രകൃതിയോ നദിയോ പർവ്വതമോ ഒക്കെ കാണുമ്പോൾ ഭഗവാനാണ് തോന്നും. നമ്മളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഒരുപാട് ത്യാഗം നന്മയൊക്കെ ചെയ്യുമ്പോൾ അവർ ഭഗവാനാണെന്ന് തോന്നും. നേരെ മറിച്ച് വിപരീതമായിട്ട് വല്ലതും വരുമ്പോ അത് വല്ല അസുരനാണെന്ന് വേണമെങ്കിൽ കണക്കാക്കാം, ഭഗവാനാണെന്ന് കണക്കാൻ വയ്യ. സർവപ്രഹരണായുധ അല്ലെ വിഷ്ണു സഹസ്രനാമത്തിലെ അവസാനത്തെ നാമാണ്. എല്ലാരെയും അടിക്കാൻ വേണ്ട ആയുധം അയാളുടെ കയ്യിലുണ്ട്. അത്ര ഒരാൾക്ക് ഉപയോഗിക്കുന്ന ആയുധം ആയിരിക്കില്ല വേറെ ഒരാളുടെ കയ്യിൽ ഉപയോഗിക്കണതെന്ന്. സർവപ്രഹരണായുധ. കാരണം എവിടെ പിടിച്ച് ഞെക്കിയാലാണ് നിങ്ങൾ നിലവിളിക്കുക എന്നുള്ളത് അയാൾക്കേ അറിയുള്ളൂ. അപ്പൊ ആ ഞെക്കേണ്ട സ്ഥലത്ത് പിടിച്ച് ഞെക്കും. അപ്പൊ നമ്മൾ നിലവിളിക്കും. അപ്പൊ അറിഞ്ഞുകൊള്ളുക ഈ സർവപ്രഹരണായുധനും അവനാണ്. ഇതിനൊരു സാത്താനൊന്നും വേണ്ട. അപ്പോ ഒരുപാട് വേദനിക്കുമ്പോ വേദത്തിലെ ഋഷി പറയാണ് നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമഃ. നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുതേ നമഃ. യാത ഇഷു ശിവതമാ ശിവം ബഭൂവതേ ധനുഃ. ശിവാശരവ്യായാതവതയാനോ രുദ്രമൃഢയാ. യാതേ രുദ്രശിവാ തനൂഃ അഘോരാ പാപകാശിനി. തയാ നസ്തനുവാശന്തമയാ ഗിരിശന്താഭിചാകശീഃ. യാമിഷും ഗിരിശം തഹസ്തേ ബിഭസ്യസ്തവേ. മുഴുവൻ ആയുധമാണ്. ആദ്യത്തെ നമസ്കാരം മുഴുവൻ ആയുധത്തിനാണ്. ഭഗവാനെ നിങ്ങളുടെ കോപത്തിന് നമസ്കാരം എന്നാണ്. ആദ്യം നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമഃ. നിങ്ങളുടെ കയ്യിൽ അമ്പുണ്ടല്ലോ അതിന് നമസ്കാരം. നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമഃ. നമസ്തേ അസ്തു ധന്വനേ. കയ്യിലൊരു വില്ല് പിടിച്ച് നിൽക്കണ്ടല്ലോ അതിന് നമസ്കാരം. നമസ്തേ അസ്തു ധന്വനേ. ആ വില്ല് പിടിച്ചിരിക്കുന്ന കൈ ഉണ്ടല്ലോ. ബാഹുഭ്യാമുതേ നമഃ. യാത ഇഷു ശിവതമാ ശിവം ബഭൂവതേ ധനുഃ. അങ്ങ് അയക്കുന്ന അമ്പും അതിനുപയോഗിക്കുന്ന ധനുസ്സും എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരാളെയോ എന്തെങ്കിലും ഇൻസിഡന്റിനെയോ വില്ലാക്കി വെച്ചുകൊണ്ടാണ് നമ്മളെ വേദനിപ്പിക്കുന്ന അസ്ത്രം അയക്കണത്. ഇത് രണ്ടും ശിവം ബഭൂവ പരമമംഗളമായിട്ട് തീർന്നു. എന്താന്ന് വെച്ചാൽ എന്റെ ഉള്ളിലുള്ള അഹങ്കാരം, എന്റെ ദുഷിച്ച വാസന, എന്റെ ഉള്ളിലുള്ള പ്രാരബ്ധ കർമ്മം, ഞാൻ ചെയ്യുന്ന പാപം, ഇതിനൊക്കെയാണ് അമ്പയണതേ.
ഞാൻ അറിയാതെ എന്റെ മേലെ അമ്പ് വിട്ടു എന്ന് പറയുന്നു. ഭഗവാൻ എന്റെ മേലെ അല്ലാത്ര വിടണത്. ആ അസ്ത്രം അയക്കണത് എന്റെ ഉള്ളിലുള്ള കർമ്മവാസന, പാപവാസന, ഞാൻ സാധന ചെയ്തൊന്നും കഴുകിക്കളയാൻ പറ്റാത്ത അടിഞ്ഞുകൂടി കിടക്കുന്ന സൂക്ഷ്മമായ വാസനകള് ഭഗവാന്റെ ഈ സർവപ്രഹരണായുധം കൊണ്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആ സർജറി നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് സർജറി. അപ്പൊ ഈശ്വരനെ വെൻ യു ഇൻവോക്ക് ഹിം, ഹിസ് മിസൈൽ കംസ് ടു യു. അതാണത്, ആ സർവപ്രഹരണായുധം. അപ്പോ ശിവം ബഭൂവ തേതനു ശിവാശരവ്യായാതവതയാണോ രുദ്രമൃഢയാ. ഹേ രുദ്ര, എന്നെ രക്ഷിക്കൂ. അങ്ങയുടെ കയ്യിലുള്ള അമ്പുകളുണ്ടല്ലോ, വില്ലുകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് പ്രയോഗിക്കണം എന്നാണ്. അവസാനം പറയണത് ആ ഞാണൊക്കെ ഇത്തിരി ഒന്ന് അഴിച്ചു വെക്കുമെന്ന്, ലൂസാക്കി വെക്കാം. ഇത്തിരി വേദനിക്കണു, കൂടുതൽ വേദനിക്കുമ്പോ ആ ഞാണൊക്കെ ഇത്തിരി ഒന്ന് വിജ്യം ധനു ജ്യം ജ എന്ന് പറഞ്ഞാൽ വില്ല്, എന്റെ ഞാണ്, ആ ഞാണൊക്കെ ഇത്തിരി ഒന്ന് അഴിച്ച് ഒന്ന് ലൂസാക്കി വെക്കൂ. അത് ഒരുപാട് വേദനിക്കണമെന്നാണ്, ഇത്രയും വേണ്ട എന്നാണ്. അപ്പോ വേദത്തിലെ ഏറ്റവും പ്രസിദ്ധമായതാണ് ഈ നമകം. അപ്പൊ ആ നമകം ചൊല്ലു തന്നെയുണ്ട് 4 വേദങ്ങളിൽ. യജുർവേദത്തിന് വളരെ പ്രാധാന്യമാണ് യാഗയജ്ഞങ്ങളിൽ. അതിലെ ഈ ശ്രീരുദ്രത്തിലും രുദ്രൈകാദശിനി ശ്രുതൗ തത്ര പഞ്ചാക്ഷരീ പുണ്യ. അതിന്റെ നടുവിൽ പഞ്ചാക്ഷരം. പഞ്ചാക്ഷരത്തിന് എന്താ പ്രാധാന്യം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഏറ്റവും മംഗളമായ നാമമാണ് ശിവ എന്നാണ്. എന്നുവെച്ചാൽ മംഗളം എന്നാണ്. അപ്പൊ നമഃശിവായ, ഘോരമായിട്ടുള്ളതൊക്കെ വിട്ടിട്ട് നമഃശിവായ. തത്രാപി ശിവ ഇതി അക്ഷരദ്വയം എന്നാണ്. അവിടെ 2 അക്ഷരം, ശിവ മംഗളം എന്നാണ്. അപ്പോ ആ മംഗളമായ രൂപത്തിനെ പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ഫോമിലും, എല്ലാ രൂപത്തിലും, എന്തൊക്കെ രൂപത്തിൽ നമ്മൾ ജീവിതത്തില് ഭഗവാന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വെക്കണ്ടോ അതിനെയൊക്കെ നമസ്കരിച്ചിട്ട് അവസാനം പറയാണ്, ഒരു വെള്ളിരിക്ക എപ്പോ വിട്ടു എന്നറിയില്ല, വള്ളിന്ന് പിടിച്ച് ഒട്ടിയ പോലെ നിൽക്കും, അതുപോലെ അധികം വേദനിക്കാതെ എന്നെ സംസാരത്തുനിന്ന് പിരിച്ചെടുക്കുമെന്നാണ്. ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷേയ മാമൃതാത്. ഒരുപാട് വേദനിച്ചാൽ സഹിക്ക വയ്യ ഭഗവാനെ, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. നമ്മൾ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ പറയണില്ലേ, ഒരു സാധാരണ ഡോക്ടറുടെ അടുത്ത് പറയണു വേദനിക്കണോ എന്ന് പറയണു, ബാർബറിക് ക്ഷൗര്യം ചെയ്യുമ്പോൾ വേദനിക്കണമെന്ന് പറയണു. അപ്പോ ഭഗവാന്റെ അടുത്ത് പറയും. ഭഗവാൻ ആരാ? എല്ലാമാണ്, സകലത്, എല്ലാ രൂപം. കക്കാൻ വരുന്ന ആളുടെ രൂപം ഒക്കെ ആയിട്ടാണ് സ്തുതി. തസ്കരാണാം പതയേ നമഃ. കള്ളന്മാരുടെ ചക്രവർത്തി എന്നാണ്. മോഷ്ടാക്കളുടെ ചക്രവർത്തിയായിട്ടുള്ള ഭഗവാന് നമസ്കാരം. വഞ്ചതേ പരിവഞ്ചതേ, അങ്ങോട്ട് ചതിക്കുക, അവിടുന്ന് ഇങ്ങോട്ട് ചതിക്കുക, അത് രണ്ടും അദ്ദേഹം അത്രേ. അങ്ങോട്ട് ചതിച്ച് കുറച്ച് പണം ഇങ്ങോട്ട് കൊണ്ടുപോയി, കുറച്ച് പണം അങ്ങോട്ട് കൊണ്ടുപോകണേ, എടുത്തോണ്ട് പോകേണ്ടതാണ് എടുത്തോണ്ട് പോണതേ. ആ രൂപത്തിലിരിക്കുന്ന രുദ്രന് നമസ്കാരം. സ്ഥായൂനാംബതയേ നമഃ. നല്ല കള്ളന്മാർ, സ്തേനാനി, സ്തേനൻ, എല്ലാ രൂപത്തിലും ഭഗവാനെ നമസ്കരിക്കാണ്. നമനം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ വ്യക്തിയെ കണ്ട് ഒരിക്കലും നമസ്കരിക്കാൻ പറ്റില്ല. വ്യക്തിത്വം മാറിക്കൊണ്ടേയിരിക്കും, നല്ല ആള് ചീത്ത ആളൊക്കെ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ആഴത്തിലിരിക്കുന്ന അന്തര്യാമി ഉണ്ടല്ലോ, ആ അന്തര്യാമി എല്ലാവരുടെ ഉള്ളിലും നമസ്കാരയോഗ്യനാണ്. കള്ളന്റെ ഉള്ളിലും, നല്ല ആളുടെ ഉള്ളിലും, സന്യാസിയുടെ ഉള്ളിലും, സംസാരിയുടെ ഉള്ളിലും, എല്ലാവരുടെ ഉള്ളിലും നമസ്കാരയോഗ്യമായ ഒരു തലം, ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിലുള്ള ഭഗവാനെയാണ് നമസ്കരിക്കുന്നത്. അല്ലാതെ സർഫസിലുള്ള ആളെയല്ല, സ്ഥൂലമായിട്ടുള്ള ആളെയല്ല. സൂക്ഷ്മമണ്ഡലത്തിലുള്ള അന്തര്യാമി വിദ്യ എന്ന് തന്നെയാണ് വേദത്തിൽ ഇതിന് പേര്. ശ്രുതിയിൽ പേര് അന്തര്യാമി ബ്രാഹ്മണം എന്ന് പറഞ്ഞ് തന്നെ വരും. അവിടെ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ അതിനെ ആശ്രയിക്കുന്നു, ആ വസ്തുവിനെ അതിനെ അറിയില്ല, പക്ഷെ എനിക്കറിയണം, ഞാൻ കാണണു അതിനെ എന്നാണ്. യസ് സർവേഷു ഭൂതേഷു തിഷ്ഠൻ,
യം സർവാണി ഭൂതാനി ന വിദുഃ സർവേഭ്യോ ഭൂതേഭ്യോ അന്തരഃ യം സർവാണി ഭൂതാനി ന വിദുഃ സർവാണി ഭൂതാനി അന്തരോ യമയതി സർവേഭ്യോ ഭൂതേഭ്യോ അന്തരഃ സർവാണി ഭൂതാനി അന്തരോ യമയതി ഏഷതേ ആത്മാ അന്തര്യാമി അമൃതഃ. സർവഭൂതങ്ങൾക്കുള്ളിലും യവനുണ്ടോ? യവനെ സർവഭൂതങ്ങളും അറിയുന്നില്ലയോ? യവൻ സർവഭൂതങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാരെയും യമനം ചെയ്യുന്നു. അവൻ തന്നെയാണ് എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഒക്കെ ഉള്ള അന്തര്യാമി എന്ന് പറഞ്ഞിട്ടാണ് അന്തര്യാമി ബ്രാഹ്മണം. അപ്പോ അതിനെ വ്യവഹാരത്തിൽ കൊണ്ടുവരുമ്പോ നമാമി നമാമി ഇപ്പൊ എത്രയോ പറഞ്ഞു, ഇത്രയൊന്നും അറിയണമെന്നില്ല, ഒന്ന് സ്വീകരിച്ചാൽ മതി. എല്ലാവരുടെ ഉള്ളിലും ഭഗവാനുണ്ട്, അന്തര്യാമിയായി എല്ലാവരുടെ ഉള്ളിലും, ദുഷ്ടന്റെ ഉള്ളിലും നല്ല ആളുടെ ഉള്ളിലും ഒക്കെ. പക്ഷെ ദുഷ്ടതയെ കണ്ട് നമസ്കരിക്കാൻ പ്രാക്ടിക്കലി സാധ്യമല്ല. നേരിട്ട് നമുക്ക് പലരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ദുഷ്ടന്റെ ഉള്ളിലുള്ള ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം, ഭഗവാനെ അവനെ എന്റെ അടുത്ത് കൊണ്ടുവരാതിരിക്കൂ, അവന്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോ ആ തലയിലെടുത്ത് ആ വഴിക്ക് അങ്ങനെ പോവും. അങ്ങനെ ഒരു വിദ്യ ഉണ്ടെന്നാണ്. അവനെ അകറ്റിക്കളയൂ എന്ന് പ്രാർത്ഥിച്ചാൽ അവന് തന്നെ തോന്നും ഇനിയിപ്പോ നമ്മളുടെ അടുത്തേക്ക് വരണ്ടെന്ന്. കാരണം അവനറിയില്ല അവന്റെ ഉള്ളിലുള്ള മോണിറ്ററിനെ, കൺട്രോളറിനെ നമ്മൾ സ്വീകരിച്ചാൽ മതി. അയാളുടെ ഉള്ളിലുള്ള ആ കൺട്രോളറുടെ അടുത്ത് ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം. ചിലപ്പോൾ മക്കൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറയില്ലേ, അതുപോലെ നേരിട്ട് ഉള്ളിലുള്ള ആ അന്തര്യാമിയുടെ അടുത്ത് പറയാണ്, അതിനൊന്ന് ശരിയാക്കി തരൂ ഭഗവാനെ. അങ്ങനെയാണത്രേ ഉത്തമ ഗുരു ശിഷ്യന് ജ്ഞാനം ബോധിപ്പിക്കണതും. അതാണ് ഭാഗവതത്തിലെ ശ്രുതിഗീത. അവിടെ പറഞ്ഞത് അതാണ്, ഡയറക്ട്ലി ഈ ഈസ് നോട്ട് ടോക്കിംഗ് ടു യുവർ ബോഡി ഓർ മൈൻഡ്, ഈ ഡയറക്ട്ലി അഡ്രസ്സസ് ദ ഡെപ്ത്. അവിടുന്ന് അതിനെ എണീപ്പിച്ചു വിടുകയാണ്. അപ്പൊ നമ്മളറിയാതെ ഇറ്റ് സ്റ്റാർട്ട്സ് ഓപ്പറേറ്റിംഗ്. നമ്മളറിയാതെ ആ ശക്തി പ്രവർത്തിച്ചു തുടങ്ങും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളുടെ ഐഡിയ കോൺസെപ്റ്റിന് പോലെയേ ആയിരിക്കില്ല ഈ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയണത്. അത് ഒരു രാസപ്രവർത്തനം എന്ന് പറയില്ല, ആൽക്കമി. ഒരു ലോഹത്തിനെ സ്വർണമാക്കി മാറ്റണ പോലെ, അടിച്ച് തീയിലിട്ടൊക്കെ ചെയ്യണ പോലെ ലോഹത്തിനെ സ്വർണമാക്കി മാറ്റാനുള്ള ചില വിദ്യകളൊക്കെ ഉണ്ടെന്നാ പറയാം. അതുപോലെ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് ആത്മവിചാരം ചെയ്യുന്നത്, ആത്മവിചാരം എന്ന് പറയുന്ന ശാസ്ത്രത്തിനെ സ്വീകരിച്ച് പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നതൊക്കെ ഒരു സൈഡ്. ഈ അറിവ് കൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ അഹങ്കാരത്തിന്റെ ഓരോ ക്ഷയവും നമുക്ക് മംഗളമാണെന്ന് മനസ്സിലാക്കണം, അത്രേ പറ്റുള്ളൂ. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആ ഹാർട്ട് സെന്ററിന് തൊട്ട് കഴിഞ്ഞാൽ യു ആർ ഇൻവൈറ്റിംഗ് ട്രബിൾ. പിന്നെ ഗുരുശക്തി ഏതെങ്കിലും രൂപത്തിൽ പ്രവർത്തിക്കും. നമ്മളുടെ അഹങ്കാരത്തിന് മേലെ ഇടിച്ച് പരത്തി പലതുമൊക്കെ നടക്കും. അപ്പൊ നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കാനുള്ള മെച്യൂരിറ്റി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്റെ അഭിമാനത്തിനെയല്ലേ ബാധിക്കട്ടെ. കുറെ കഴിയുമ്പോൾ ശ്രിതം ചെയ്യും. നാഡികളിലും നരമ്പുകളിലുള്ള നെഗറ്റീവ് മൂവ്മെന്റ്സ് മുഴുവൻ അടക്കി അഭിമാനവൃത്തിയെ ഹൃദയത്തിന്റെ അന്തരംഗത്ത് നിന്ന് ശമിപ്പിച്ച് ശ്രിതം ചെയ്ത് നമുക്ക് വലിയ ഒരു മംഗളത്തിനെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്, ഒരു വിദ്യ. ആ വിദ്യയാണ് നമ്മള് ഭഗവാൻ എന്ന് പറയണത്, സംകർഷണമൂർത്തി എന്ന് പറയണത്, ഗുരു എന്ന് പറയണത്. ആ ശക്തി പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ സത്സംഗത്തിലും മറ്റുമൊക്കെ പോണതും ഒക്കെ. അതിന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ആനയുടെ എക്സാമ്പിൾ പോലെ, ആനയുടെ മേലെ ഇരിക്കുന്ന ഉറുമ്പ് എങ്ങോട്ട് നടന്നിട്ടും കാര്യമില്ല, ആന പോകുന്നിടത്തേ എത്തുള്ളൂ.
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നതുകൊണ്ട് വേറെ സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല. ആന എവിടെ എത്തണോ അവിടെ എത്തും ഉറുമ്പും. അതാണ് പുരുഷോത്തമാഖ്യം. ഭഗവാന് പുരുഷോത്തമൻ എന്ന് പേര് പറയാൻ കാരണം നമ്മളുടെ ഉള്ളിലുള്ള റിയൽ സെന്റർ ഭഗവാനാണ്. ഗുരുതത്വം ഭഗവാനാണ്. നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലത്തിലേക്കും അതിന്റെ കൃപാശക്തി പ്രസരിക്കുന്നുണ്ട്. അതുകൊണ്ട് നേരം വെളിച്ചായി ഉറങ്ങി എഴുന്നേൽക്കുമ്പോ നമ്മളുടെ ചുമതലയെ ഭഗവാൻ എടുത്ത് അർപ്പിക്കുകയാണ്. രാമകൃഷ്ണ പരമഹംസരുടെ ഉദാഹരണമാണ്. കുട്ടി അങ്ങാടിക്ക് പോകുമ്പോ അച്ഛന്റെ കൈ പിടിക്കുകയാണ്. അച്ഛൻ പറയണു, നീ പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. കുട്ടിയാണ് പിടിക്കണതെങ്കിൽ എപ്പോ വേണമെങ്കിലും വിട്ടുപോകും. അച്ഛനാണ് കുട്ടിയെ പിടിക്കണതെങ്കിൽ കുട്ടിക്കും ഭയപ്പെടേണ്ട, അച്ഛനും ടെൻഷനില്ല. അച്ഛനാണല്ലോ പിടിച്ചിരിക്കുന്നത്. കുട്ടി പിടിച്ചാൽ കുട്ടിക്ക് തോന്നുമ്പോൾ വിട്ടു പോകും, അല്ലേ? അതുപോലെ നമ്മുടെ സാധന, നമ്മളുടെ അനുഷ്ഠാനം ഒന്നും കാര്യമില്ല. ഫ്ലിംസി തിങ്സ് ആണ്. ആ മൂലശക്തിയെ അറിഞ്ഞ് അതിന് അടങ്ങിക്കൊടുക്കുകയാണ്, വഴങ്ങിക്കൊടുക്കുകയാണ്. അതാണ് ജീവിതം മുഴുവൻ പ്രവഹിക്കാൻ പോണത്, പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമാമി, നമസ്കാരം എന്ന് പറയുന്നത്. രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ. കയറിൽ പാമ്പ് പോലെ ആ അഖണ്ഡ വസ്തുവിൽ ഈ ജീവാഹന്തയും പ്രപഞ്ചവും ഒക്കെ ഒരു പ്രതിഭാസമാണ്. വാസ്തവത്തിലുള്ളത് കയറാണ്. അതേപോലെ വാസ്തവത്തിൽ അന്വേഷിക്കുമ്പോൾ ആ സത്ത് മാത്രമേ ഉള്ളൂ. ശുദ്ധ ശിവം, നിർമ്മലമായ അധിഷ്ഠാനം, നമ്മളുടെ ഇരുപ്പ്, ഉണർവ്. അതിൻ്റെ അടുത്ത് സംവദിക്കാനുള്ള ഭാഷയാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ ഭാഷയൊന്നും പ്രയോജനപ്പെടുന്നില്ല. അതിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ ഉള്ള യത്നമാണ് ഈ അന്തർമുഖത്വം. മൂന്ന് ശ്ലോകം ഇതിനൊരു ആസ്പദമാക്കി വെച്ച് നമ്മൾ എവിടേക്കോ യാത്ര ചെയ്തു. നാളെ ഒരു ദിവസം രാവിലെ ഉണ്ട്, നാളെയും കൂടെ ഇതേ വിഷയം നോക്കാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുർമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.